വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ടോക്സ് ആൻഡ് ട്രീറ്റ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല റിച്ച് ഫില്ലിംഗ് ഉള്ള ഒരു സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാം. പാർട്ടിയൊക്കെ വെക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റാർട്ടറാണ് സ്പ്രിംഗ് റോൾ. സാധാരണ ഇത് വെജിറ്റബിളിലാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനോടൊപ്പം കുറച്ച് പ്രോൺസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ക്യാബേജും ബ്രോക്കളിയും സവാളയും ബീൻസുമാണ്. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല, നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. ഏറ്റവും കൂടുതൽ ക്യാബേജ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ബട്ടൺ മഷ്റൂംസ് എടുത്തിട്ടുണ്ട്, കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഈ പ്രോൺസിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. 2 അല്ലി വെളുത്തുള്ളിയും 1/2 ഇഞ്ച് ഇഞ്ചി പീസും എടുത്തിട്ടുണ്ട്. പിന്നെ നൂഡിൽസ് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. ഇനി ആദ്യം നമ്മൾ ഈ സ്പ്രിംഗ് റോളിന് വേണ്ട കവറിങ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദയും 1 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഒരു നല്ല നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഈ മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മൾ പാലപ്പമൊക്കെ ചുറ്റിച്ചെടുക്കുന്ന പോലെ. ഇനി ഫില്ലാവാത്ത സ്ഥലത്ത് സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാവ് മുഴുവനായിട്ട് ലൈറ്റായിട്ടൊന്ന് ചുട്ടെടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ നല്ലൊരു നോൺ സ്റ്റിക്കിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. ഒഴിച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ സൈഡ്സൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പാറ്റുല കൊണ്ടോ മറിച്ചിട്ട് ജസ്റ്റ് 1-2 സെക്കൻഡ് ഒന്ന് വെന്താൽ മതി. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഇതൊന്ന് വാടിക്കഴിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജ് ഇട്ട് ഒരു 2 മിനിറ്റിന് ശേഷം അടുത്ത പച്ചക്കറി ഇട്ട് കൊടുക്കുക. ബീൻസ്, ക്യാരറ്റ് അല്ലെങ്കിൽ മഷ്റൂംസ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് എടുക്കാം. വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രം മതി. എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ വളരെ റിച്ചായിട്ടുള്ളൊരു ഫില്ലിങ് കിട്ടും. പിന്നെ മസാലപ്പൊടികളും അധികം ഇതിലേക്ക് വേണ്ട. വളരെ ലൈറ്റായിട്ടുള്ളൊരു മസാലയാണ് സ്പ്രിംഗ് റോളിന് എപ്പോഴും നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ മഷ്റൂംസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഈ പച്ചക്കറികളൊന്ന് വേവാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ആ പ്രോൺസ് ഒന്ന് വേവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി എരിവിന് വേണ്ടി ഒരു അല്പം കുരുമുളക്, ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കുക. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിനകത്ത് പ്രോൺസ് ചേർത്തിരിക്കുന്നതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ്, ഒന്നും ചേർക്കാത്ത നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ആ ഫ്ലേവർ എല്ലാം കൂടെ ഒന്ന് കമ്പൈൻഡ് ആയിട്ട് വരും. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെച്ചിരുന്നാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഉപ്പ് കൂടെ ചെക്ക് ചെയ്യുക. ഈ ഫില്ലിംഗ് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഔട്ടർ കവറിങ്ങിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. 4 സൈഡും മാക്സിമം സർഫസ് കിട്ടത്തക്ക പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് ഈ ഷീറ്റ് ഇങ്ങനെ ഒന്ന് വിടർത്തിയിടുക. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. കുറച്ച് ഫില്ലിങ് മതി. നമ്മുടെ ഷീറ്റിനനുസരിച്ച് വേണം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ആ കോർണർ അകത്തേക്ക് മടക്കി. 1 ടേബിൾ സ്പൂൺ മൈദ മാവ് 1 ടേബിൾ സ്പൂൺ വെള്ളവുമായിട്ട് കുഴച്ച് പശ പോലെ ആക്കിയിട്ട് അടുത്ത് വെക്കുക. എന്നിട്ട് സൈഡ്സ് രണ്ടും നമ്മൾ ചെറുപ്പത്തിലൊക്കെ തൂവാലയൊക്കെ മടക്കി കളിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ മടക്കിയെടുക്കുക. ആദ്യം ഞാൻ മൈദമാവ് തേക്കാതെ ഒന്ന് ഒട്ടിച്ച് നോക്കി. നമുക്ക് ഗ്യാപ്പ് വരുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ മടക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഗ്യാപ്പ് അകത്തേക്ക് എണ്ണ കയറുമെന്ന് എവിടെയെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മൈദമാവ് പശ പോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പഴയ ഇൻലൻഡൊക്കെ ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ച് ചുരുട്ടി മാറ്റി വെക്കുക. അത് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള എല്ലാ റോൾസും ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഫ്രൈയിങ് തുടങ്ങാവൂ. ഇതുപോലെ തന്നെ എല്ലാ റോൾസും ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചു.
ഇനി ഒരു പാനിലേക്ക് ഫ്രൈയിങ് ഓയിൽ ഒഴിച്ചതിന് ശേഷം മീഡിയം ഹീറ്റിലിട്ട് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് റോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്യാവൂ. ഈ ഒരു കളർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിംഗ് റോൾസ് കോരിയെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ക്രഞ്ചി സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഡയഗണലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് സോസിനൊപ്പമോ മയനൈസിനൊപ്പമോ സെർവ് ചെയ്യാവുന്നതാണ്. സോ ഈ സ്പ്രിംഗ് റോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇത് ചൂടോടെ കഴിക്കാനും തണുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ചൂടാറുന്നതിന് മുമ്പ് പൊതിഞ്ഞ് വെക്കരുത്. പൊതിഞ്ഞ് വെച്ചാൽ ആ പുറം ഭാഗത്തെ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.